ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പൊ ഇന്ന് പുതിയ ഒരു ബാച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. RRB ഗ്രൂപ്പ് ഡി ബാച്ച് തന്നെ. അപ്പൊ നമുക്കറിയാം റെയിൽവേ ലെവൽ 1 പോസ്റ്റ്, അതായത് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ പോയിന്റ്സ്മെൻ അല്ലെ, ഇവരെല്ലാം റിക്രൂട്ട് ചെയ്യാൻ നടത്തുന്ന എക്സാമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ വെറും 10ാം ക്ലാസ് യോഗ്യത കൊണ്ട് ഒരു കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു റെയിൽവേ ജോലി എന്നൊക്കെ പറയുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ജനുവരി 31 മുതൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് കരുതേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സാം വരുമല്ലോ ആണ്. അപ്പോൾ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? അപ്പം നമ്മൾ അവർ തന്നിട്ടുള്ള സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സയൻസിൽ 25 ചോദ്യങ്ങളാണുള്ളത് അല്ലേ. സയൻസിൽ നിന്ന് 25 ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 25 ചോദ്യങ്ങളാണ്. റീസണിങ് എടുത്തു കഴിഞ്ഞാൽ 30 ചോദ്യങ്ങൾ. അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങൾ. സോ ആകെ മൊത്തം 100 ചോദ്യങ്ങൾ, 100 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടല്ലോ, തെറ്റായ ഒരു ചോദ്യത്തിന് 1/3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഡിഡക്റ്റും ചെയ്യും. ടൈം 90 മിനിറ്റ് ആണ്. അപ്പം 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 90 മിനിറ്റ് സമയം. ഇനി ഒരൊറ്റ എക്സാം മാത്രം എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത അല്ലേ. Tier 1, Tier 2 അല്ലെങ്കിൽ CBT 1, CBT 2 അങ്ങനെയൊന്നുമില്ല. ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. പിന്നീട് ഫിസിക്കലും മെഡിക്കലൊക്കെയാണ്. അപ്പോൾ ഒറ്റ എക്സാം കൊണ്ട് നമുക്ക് ജോലി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു ജോലി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഡി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അതിൽ നമ്മൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഓരോ സോണിലും എത്രയാണ് വേക്കൻസി, അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഏതൊരു എക്സാം എടുത്താലും അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന എക്സാമുകളെല്ലാം ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, കുറച്ചൊക്കെ മറന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്കതും മറന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പഠിച്ച് മറന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി അറിയുന്ന സയൻസും, ഓൾറെഡി അറിയുന്ന മാത്സും, ഓൾറെഡി അറിയുന്ന ജനറൽ അവയർനെസ്സും ഒക്കെ തന്നെയാണ്. റീസണിങ് എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് മാത്സ് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണ് സിലബസ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ തനിയെ നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരും. നമുക്ക് നോക്കാവുന്നതൊക്കെ ഉള്ളൂ, പക്ഷേ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, എന്ത് ഒഴിവാക്കണം, എന്തൊഴിവാക്കണ്ട, എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അല്ലേ. അപ്പം നമുക്കൊരു ടോപ്പിക് എടുക്കുന്നത് മൊത്തം അറിയണോ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഇതിലൊക്കെ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓപ്ഷൻ എലിമിനേഷനിലാണോ ചെയ്യേണ്ടത്, അല്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല ഇത് അഥവാ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യമാണോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ റെഡി ആയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം കോമ്പറ്റീഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമാക്കി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങളും എക്സാം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഓരോ ചോദ്യങ്ങളും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലേ, ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം. സോ ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ബാച്ചിന്റെ കൂടുതൽ വിവരങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. അപ്പോൾ ബാച്ചിന്റെ വാലിഡിറ്റി ടിൽ എക്സാം. അപ്പോൾ എക്സാം വരെയും നമുക്ക് ഈ ബാച്ചിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എക്സാം വരെയും ക്ലാസ്സുകൾ കാണാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നീട് മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോക്കുക, 300+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പം 300-ലധികം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടും. കൂടാതെ ഡെയിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക.
മാത്രമല്ല ആഴ്ചയിൽ 6 ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാം ഒക്കെ അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 മുതൽ 3 ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ നമ്മൾ കൂട്ടും അല്ലേ. അപ്പോൾ ഇനീഷ്യലി 2 to 3 എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് അഗൈൻ ഇവൻച്വലി നമ്മളത് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ 1 വീക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും? യെസ്, വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തൊരു എക്സാമിന് നമ്മൾ പഠിക്കുമ്പോഴും കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും മോക്കിലൂടെയാണ്, പ്രാക്ടീസിലൂടെയാണ് അല്ലേ. അപ്പോൾ അതും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഈ ബാച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് നിങ്ങൾക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഈ ബാച്ച് ഫെബ്രുവരി 24-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഫെബ്രുവരി 24-നാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. വെയിറ്റ് ചെയ്യരുത്. ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം.